ദൈവത്തിന് അല്പം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാരും നോക്കുമ്പോഴത്തും ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്ന എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. 2 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ, സ്തോത്രം, 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 2-3 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം, സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച്, സ്തോത്രം, സ്നാനപ്പെട്ട ഒരു പൈതലിനെ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കോൾ ഫോണിൽ ഒത്തിരി പ്രാവശ്യം കൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നു. 5-6 കോളായി. അപ്പോൾ ഇനി വല്ല ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും ആണോ എന്നൊരു ഡൗട്ട് തോന്നി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് മഹത്വം. ശ്രദ്ധിക്കണമേ, സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ, മാനസാന്തരപ്പെട്ട ഒരു പൈതൽ, സ്നാനപ്പെട്ട ഒരു പൈതൽ, പരിശുദ്ധാത്മാവെന്ന് അച്ചാരം പ്രാപിച്ചൊരു പൈതൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിനെ യഥാർത്ഥമായി സ്വീകരിക്കുന്ന പൈതൽ. ഈ ഭൂമിയിൽ നമുക്കൊരു വിവാഹമുണ്ട്. ഒരു പയ്യൻ, സ്തോത്രം, പെൺകുട്ടിയെ കാണുന്നു. പെൺകുട്ടിക്ക് പയ്യനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. സ്തോത്രം, അവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടം മതി എന്ന് പറയുന്നു. പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നു, പയ്യന് ഇഷ്ടപ്പെടുന്നു. പയ്യന് തക്കതായ തുണയാളിയെ നോക്കും, അന്വേഷിക്കും. പെൺകുട്ടിക്ക് തക്കതായ പയ്യനെ നോക്കും, അന്വേഷിക്കും, വിവാഹം കഴിക്കും. അല്ലേ, സ്തോത്രം. വിവാഹം ആയിക്കഴിഞ്ഞാൽ ആ പയ്യൻ എപ്പോഴും പെൺകുട്ടിയെ ശ്രദ്ധിക്കും. എന്തിനാണ് പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്? ഇവൾ വേറെ വല്ലവരുമായിട്ട് കണക്ഷൻ ഉണ്ടോയെന്ന്. സത്യമാണ് ഞാൻ പറഞ്ഞേ. ഇവൾ വേറെ വല്ലവരുമായിട്ട് കണക്ഷൻ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കും. അതുപോലെ അവളും എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. നമ്മളെ മണവാളൻ യേശുവാണ്. യേശുവിനെ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. പാപമില്ലാത്ത ഒരാൾ. ജീസസ്, ഹല്ലേലൂയ, 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 സ്തോത്രം, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പിന്നെ ആ പയ്യൻ്റെ ഇഷ്ടം, അവനുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൾ മറ്റൊരു പയ്യനെ നോക്കുന്നതോ സംസാരിക്കുന്നതോ മോശമായി കാണിക്കുന്നതോ, സ്തോത്രം, അവൾ മറ്റൊരു ശ്രദ്ധയിലേക്ക് പോകുന്നതോ ഒരിക്കലും അവൻ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അതുവരെ അവളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ബലഹീനത വന്നു കാണാം, ചിലപ്പോൾ ഒരുപക്ഷെ കുറവ് വന്നു കാണാം, ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റുകൾ വന്നു കാണാം, ചിലപ്പോൾ ഒരുപക്ഷെ പലതുമൊക്കെ വന്നു കാണാം. അറിവില്ലായ്മയുടെ കാലത്ത് പലതുമൊക്കെ വന്നു കാണാം. പക്ഷേ സ്വന്തം വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവനൊരു ഉറപ്പുണ്ട്. ഇനി നീ എൻ്റെ സ്വന്തം, നീ എൻ്റെത് മാത്രം. ഇനി നീ ലോകത്തിൻ്റെതല്ല, ഇനി നീ പാപത്തിൻ്റെതല്ല, ഇനി നീ ഇരുട്ടിൻ്റെതല്ല, ഇനി നീ അന്ധകാര ശക്തിയുടേതല്ല, ഇനി നീ മറ്റാരുടേതുമല്ല. എൻ്റെ സ്വന്തമാണ്, എൻ്റെത് മാത്രമാണ്, എൻ്റെത് മാത്രമാണ് എന്ന് ഈ ലോകത്തിലുള്ള ഏത് പയ്യനും ആഗ്രഹിക്കും. അല്ലേ? ആണോ ഇല്ലേ? ഈ ലോകത്തിലുള്ള ഏത് പയ്യനും അതല്ലേ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം. ഇനി നീ എൻ്റെതാണ്. ഇനി ഞാൻ നിന്നെ മറ്റാർക്കും നീതില്ല, വിട്ടുകൊടുക്കത്തില്ല. നീ എങ്ങോട്ടെങ്കിലും തിരിയുന്നു എന്ന് എൻ്റെ കണ്ണ് എപ്പോഴും നിൻ്റെ മേൽ നോക്കിക്കൊണ്ടിരിക്കും. നീ പോകുന്ന റൂട്ട്, നീ ഇരിക്കുന്ന റൂട്ട്, നീ നടക്കുന്ന റൂട്ട്, നിൻ്റെ സകലതും ഞാൻ വാച്ച് ചെയ്യും. നിന്നെ എപ്പോഴും ഞാൻ വാച്ച് ചെയ്യും. എൻ്റെ ഒരു കണ്ണ് എപ്പോഴും നിൻ്റെ മേൽ ഇരിക്കും. കാരണം എനിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടതാണ് നീ. നിന്നെ ഇനി മറ്റൊരുത്തും ഇങ്ങനെ നോക്കിയാൽ എന്താടാന്ന് ഞാൻ ചോദിക്കും. അമ്മേൻ, അതിന് ഈ ഭൂമിയിലുള്ള പുരുഷൻ അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗത്തിനൊരു മണവാളൻ, ഞാനും മണവാളനുമായി ഒരു നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞവരാണ്. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്ത് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കുന്ന ഒരു പൈതൽ, ഒരു ഉടമ്പടി പ്രകാരം ജീവിക്കുന്ന പൈതലാണ്. ആ പൈതലൊരു ഉടമ്പടിയുണ്ട്. പരപുരുഷൻ ബന്ധമില്ല. അർത്ഥം പരപുരുഷൻ ബന്ധം അർത്ഥം എന്താ? ആമേ, ഈ സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല, പിന്നെയോ ഈ ലോകത്തിലുള്ള സ്വഭാവങ്ങളുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. ലോക സ്വഭാവങ്ങളുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. ലോക ഇമ്പങ്ങളുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. ലോക കാഴ്ചപ്പാടുകളുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. അവരുടെ വേർപാട് ക്രിസ്തുവിൻ്റെ വചനപ്രകാരമുള്ള വേർപാടാണ്. അവർക്കൊരു വേർപാടുണ്ട്, അവർക്കൊരു വിശുദ്ധിയുണ്ട്. അത് വചനപ്രകാരമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കെത്രക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, സ്തോത്രം. അമ്മേ, ഒരു വിവാഹം എങ്ങനെ നടക്കണമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടി എങ്ങനെ ആയിരിക്കണമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. വിവാഹം കഴിഞ്ഞാൽ പയ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. അവരുടെ ജീവിതത്തിനകത്തുള്ള ആരാധന എങ്ങനെ ആയിരിക്കണമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. അവരെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. അവരുടെ ഓരോ ജീവിതഘട്ടത്തിനകത്തും എങ്ങനെ വളർത്തണമെന്ന്, എങ്ങനെ കൊണ്ടുപോകണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ എന്തൊക്കെ നടക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വയസ്സിൻ്റെ പ്രായഘട്ടങ്ങളിൽ എന്തൊക്കെ നടക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ്റെ അവസാന മരണത്തിൽ എന്ത് ചെയ്യുമെന്ന് അതും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ഏറ്റവും ഈസി പഠിപ്പിക്കുന്ന ഒന്നുണ്ടെങ്കിൽ വേദപുസ്തകമേ ഉള്ളൂ. ഓ, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ഓ സ്തോത്രം, മണവാട്ടിക്കൊരു വേർപാടുണ്ട്, മണവാട്ടിക്കൊരു വിശുദ്ധിയുണ്ട്, മണവാട്ടിക്കൊരു ആരാധനയുണ്ട്, മണവാട്ടിക്കൊരു സ്തോത്രം, മണവാട്ടിയുടെ സ്തോത്രത്തിന് പ്രത്യേകത ഉണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, കൊരിന്ത്യർക്കുള്ള ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരുമായിട്ടാണ്? ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ, 2-3 വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ദൈവത്തിന്റെ എരിവോടെ, ദൈവത്തിന്റെ എരിവ്. അപ്പോസ്തലൻ പറയാണ്, എൻ്റെ ദൈവം എങ്ങനെ എരിയുമോ, എൻ്റെ ദൈവം എങ്ങനെ സങ്കടപ്പെടുമോ, എൻ്റെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് എങ്ങനെ ഉണ്ടോ അതുപോലെ ഞാൻ എരിയുകയാണ്. ഒരു ശുശ്രൂഷക, ഒരു ദൈവ വേലക്കാരൻ പറയുകയാണ്, ഇതുപോലെയാണ് ഈ സഭയിലെ ശുശ്രൂഷ ചെയ്യുന്നവർ. അങ്ങനെ അതുപോലെയാണ് സത്യത്തിലും ആത്മാവിലും ആരാധന നടത്തി വചനം പ്രസംഗിച്ച് സ്വതന്ത്രം ജനത്തെ കർത്താവിലേക്ക് നയിക്കുന്ന ദൈവ വേലക്കാരുടെ ശുശ്രൂഷ ഇത് തന്നെയാണ്. അവരുടെ എരിവ് ലോകത്തിൻ്റെ എരിവല്ല, ദൈവത്തിൻ്റെ എരിവാണ്. ആരുടെ എരിവാണ്? ദൈവത്തിൻ്റെ എരിവാണ്. ഇവരുടെ സ്വഭാവം വിട്ടുപോകുമോ? ഇവരുടെ ജീവിതം മാറിപ്പോകുമോ? ഇവർ പഴയ സ്വഭാവത്തിനകത്തേക്ക് പോകുമോ? ഇവരുടെ പാപത്തിലേക്ക് പോകുമോ? ഇവർ വിഗ്രഹ സേവയിലേക്ക് ഇനിയും പോകുമോ? ഇവർ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് വീട് പോകുമോ എന്നുള്ള ചിന്ത ആമേ വല്ലാതെ, ഓ സ്തോത്രം, വല്ലാത്തൊരു സ്തോത്രം, ഹൃദയത്തിനകത്തൊരു ചിന്ത അവർക്കുണ്ട്. ആമേ, ദൈവത്തിൻ്റെ എരിവ്, അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ എരിവ്. ആ എരിവ് ആർക്കും ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ വേലക്കാർക്കും ഉണ്ടായിരുന്നു. അതേ എരിവ് ഈ ആലയത്തിനകത്തുള്ള വേലക്കാർക്കുമുണ്ട്. ഇതിനകത്തുള്ള ഓരോരുത്തരെ കുറിച്ച് ഒരു എരിവുണ്ട്. ആ മക്കളുടെ ജീവിതം മാറിപ്പോയാൽ, ആമേൻ, വ്യത്യാസം വന്നാൽ ദൈവ വേലക്കാർക്ക് ഒരു എരിവുണ്ട്. കാരണം ദൈവമക്കളെ, നമ്മളെ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മണവാളനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കണ്ണ് നമ്മുടെ മേൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിലേക്ക് പോകുമോ? അവളുടെ നോട്ടം എങ്ങനെയാണ്? അവൻ്റെ നോട്ടം എങ്ങനെയാണ്? അവളുടെ സംസാരം എങ്ങനെയാണ്? അവളുടെ വിശുദ്ധി വേർപാടും എങ്ങനെയാണ്? അവളുടെ ആരാധന എങ്ങനെയാണ്? അവളുടെ കൂട്ടായ്മ ബന്ധം എങ്ങനെയാണ്? അവളുടെ സഭയ്ക്കകത്തുള്ള ഉപദേശം എങ്ങനെയാണ്? ആ ഉപദേശം കൈക്കൊള്ളുന്നുണ്ടോ? മുട്ടുമടക്കുന്നുണ്ടോ? എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പ്രമാണമുണ്ട്. നമുക്കെന്തുണ്ട്? ഒരു പ്രമാണമുണ്ട്, ഒരു വിശുദ്ധിയുണ്ട്, ഒരു വേർപാടുണ്ട്. ദൈവത്തിന് സ്വന്തം പ്രമാണമുണ്ട്. ഞാൻ പറയാം, വെള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. എനിക്ക് ദൈവം കൃപ തന്ന് ഞാൻ ധരിച്ചാൽ നല്ലതാണ്. പക്ഷെ അതല്ല ബൈബിളിലെ പ്രമാണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്വന്തം, അതൊക്കെ നല്ലതാണ്. പുറത്തൂടെ പല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിലൂടെ യേശുവിനെ കാണട്ടെ, അകത്തു നിന്ന് യേശുവിനെ വെളിപ്പെട്ട് വന്ന് കാണണം. ഹല്ലേലൂയ, കാണട്ടെ, നല്ലതാണ്. പക്ഷെ പുറത്ത് മാത്രം കുറെ ആഡംബരം കാണിച്ചിട്ട് അകത്ത് സ്വഭാവത്തിനകത്ത് മാറ്റമില്ലെങ്കിൽ സ്വോത്രം ഒരു പ്രയോജനമില്ല. യേശു ഇപ്പോൾ പറയുന്ന, മക്കളെ, നിന്നെ ഞാൻ വിവാഹം ചെയ്യാൻ ഒരു നിയമം ചെയ്തിരിക്കുകയാണ്. ഓ, നിന്നെ വിവാഹത്തിന് വേണ്ടി സ്വോത്രം നിന്നെ എനിക്ക് കിട്ടാൻ ഞാൻ കൊടുത്ത വില നിനക്കറിയണമോ? എന്നെ മുഴുവനും കൊടുത്താണ് ഞാൻ നിന്നെ വാങ്ങിയത്. നിന്നെ ഞാൻ താഴെ വയ്ക്കത്തില്ല. നിന്നെ ഞാൻ തറയിൽ വയ്ക്കത്തില്ല. പ്രതികൂലത്തിലൂടെ പോകുമ്പോഴും പ്രശ്നത്തിലൂടെ പോകുമ്പോഴും ഞാൻ നിന്നെ താഴെ വയ്ക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ചില സന്ദർഭത്തിൽ നിന്റെ സ്വഭാവം എനിക്ക് കാണുമ്പോൾ സങ്കടം വരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിൽ സ്തോത്രം കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നു. അടുത്ത വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് ലേഖനം ഇപ്പോൾ വായിച്ച 11, 2 കൊരിന്ത്യർക്ക് ലേഖനം 11 3 വാക്യം വായിക്കാം. വായിച്ചാട്ടെ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ഹവ്വായെ ഉപായത്താൽ വന്ന് ചതിച്ചു കേട്ടോ. ആമേ, ഏദൻ തോട്ടത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് നമുക്കറിയാം, ദൈവം പറഞ്ഞു ഒറ്റ വിലക്കേ കൊടുത്തുള്ളൂ, എല്ലാ വൃക്ഷഫലവും തിന്നാം മക്കളെ, പക്ഷേ ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്.
ജീവിതത്തിൽ നമുക്കൊരു വിലക്കുണ്ട്, നമുക്കൊരു വിലക്കുണ്ട്. നീ എന്ത് സംസാരിക്കണം വിലക്കുണ്ട്, നീ എന്ത് സംസാരിക്കരുത് വിലക്കുണ്ട്, നീ എന്ത് കാണാം വിലക്കുണ്ട്, നീ എന്ത് കാണരുത് വിലക്കുണ്ട്, നിനക്ക് എവിടെ പോകാൻ വിലക്കുണ്ട്, നീ ഏത് ഭക്ഷണം കഴിക്കാൻ വിലക്കുണ്ട്, നീ ആരുമായിട്ടിരുന്ന് കൂട്ടായ്മ ആചരിക്കാൻ വിലക്കുണ്ട്. ഹല്ലേലൂയ. ആരുമായിട്ടിരിക്കരുത് വിലക്കുണ്ട്. നീ എന്തിലൊക്കെ നിൽക്കണം വിലക്കുണ്ട്, എന്തിലെല്ലാം നിൽക്കരുത് വിലക്കുണ്ട്. വേദപുസ്തകത്തിനകത്ത് എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്, വിലക്കുണ്ട്. ഇതുപോലൊരു നല്ലൊരു പ്രമാണം മറ്റൊന്നില്ല. ഓഹോ, ഏത് ക്രിസ്തുവിൽ നിറഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ക്രിസ്തുവിനെ പോലെ ആക്കുന്ന ഈ വേദപുസ്തകം എന്ന പ്രമാണം പോലെ ഈ ലോകത്തിൽ മറ്റൊരു പ്രമാണം ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ജീവിക്കുന്ന പ്രമാണം, ജീവനുള്ള പ്രമാണം, ജീവനുള്ള പ്രമാണം, ജീവനുള്ള പ്രമാണം, ജീവിക്കുന്ന പ്രമാണം, ഇന്ന് ജീവിപ്പിക്കുന്ന പ്രമാണം, ഓ ശക്തിയെ പകരുന്ന പ്രമാണം, ആത്മാവിൽ നിറയ്ക്കുന്ന പ്രമാണം. ഈ പ്രമാണത്തിന് ജീവനുണ്ട്, ഈ പ്രമാണത്തിന് ജീവനുണ്ട്, ഈ പ്രമാണത്തിന് ശക്തിയുണ്ട്. ഈ പ്രമാണം കെട്ടുകളെ പൊട്ടിക്കും, ഈ പ്രമാണം രോഗിയെ സൗഖ്യമാക്കും, ഈ പ്രമാണം ഭാവിയെ രക്ഷിക്കും, ഈ പ്രമാണം ബന്ധനങ്ങളെ അഴിക്കും, ഈ പ്രമാണം ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിക്കും. ഈ പ്രമാണത്തിന് ശക്തിയുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, ഈ വചനം നിന്റെയും എന്റെയും അകത്തിറങ്ങുമ്പോൾ ഒരു വിടുതൽ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പൈതലിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, യേശുവിനെ പോലെ ഞാനും ആകണം, എങ്കിലേ ആ കർത്താവിൻ്റെ അടുത്ത് ചെന്നിരിക്കാൻ പറ്റൂ. ഈ ലോകത്തിലുള്ള ഒരു ജാതിയെ പോലെയല്ല. പാട്ടുകാരൻ പാടി, ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൊടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടാൻ ചെയ്യ ഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിയിടാൻ ചെയ്യ ഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിയിടാൻ ചെയ്യ ഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഹല്ലേലൂയ. അവർ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണ്. പ്രാവിനെയും കാക്കേനെയും എല്ലാവർക്കും അറിയാമല്ലോ. പ്രാവിനെ അറിയാം, കാക്കേനെയും അറിയാം. പ്രാവിൻ്റെ ഗുണം എന്തെന്നറിയാമോ? കാക്കയുടെ ഗുണം എന്തെന്നറിയാമോ? കാക്ക കിട്ടുന്നെല്ലാം കൊത്തിപ്പറിക്കും. കാക്ക കിട്ടുന്നെല്ലാം കൊത്തിപ്പറിക്കും. പോയാൽ പിന്നെ പെട്ടെന്ന് തിരിച്ചു വരികയും ഇല്ല. അത് പോകുന്ന വഴിക്ക് തന്നെ കിട്ടുന്നിടത്ത് തീറ്റ തേടി. അത് എത്ര ദുർഗന്ധം അമിക്കുന്നായിരുന്നാലും കാക്ക എന്ത് ചെയ്യും? കൊത്തി പറിക്കും. അതിനകത്ത് താമസിക്കുകയും ചെയ്യും, മാറുകയും ചെയ്യും. വീണ്ടും വന്ന് അതിൽ തന്നെ കൊത്തിപ്പറിച്ച് എത്ര ദുർഗന്ധം വന്നാലും കാക്കയ്ക്ക് ഒരു വിഷയവും ഇല്ല. പക്ഷെ പ്രാവ് അങ്ങനെയല്ല. പ്രാവ് അങ്ങനെയല്ല. അഥവാ ചെളി പറ്റിയാൽ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും, കഴുകും, മിനുക്കും. അതിൻ്റെ ആ കളറ്, ആ വെള്ള കളർ തന്നെ സൂക്ഷിക്കാൻ, വെള്ള കളർ തന്നെ സൂക്ഷിക്കാൻ പ്രാവ് ഇഷ്ടപ്പെടും. പ്രാവ് എല്ലായിടം ചെന്നിരിക്കത്തില്ല. പ്രാവ് ഈ ആവശ്യമില്ലാത്തടത്തൊന്നും ചെന്ന് കൊത്തിപ്പറിക്കത്തില്ല. പ്രാവ് ദൈവം കൽപ്പിച്ച് ചിലത് മാത്രമേ പ്രാവ് കൽപ്പിക്കൂ. കാക്കയെ പോലെ ഉള്ളതല്ല പ്രാവ്. ഹല്ലേലൂയ. ആമേൻ. പാട്ടുകാരൻ പാടി, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ നിൻ ഇണവരാ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ നിൻ ഇണവരായി. ഹല്ലേലൂയ. അപ്പോൾ പ്രാവിനെ ആ പാട്ടുകാരൻ നല്ല രീതിയിൽ ആ പാട്ടിനെ എഴുതുമ്പോൾ ഉത്തമഗീത പുസ്തകത്തിനകത്ത് പ്രാവിനെ കുറിച്ച് ഒരുപാട് ഭാഗത്തിനകത്ത് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രാവിനെയും പാമ്പിനെയും കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ആടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പലതിനെയും കുറിച്ച് കർത്താവ് എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിനകത്ത്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, സ്തോത്രം. കാക്ക എല്ലായിടം കൊത്തും. പള്ളിക്കകത്ത് ചില കാക്കകൾ, രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടുന്ന ചില കാക്കകൾ ഉണ്ട്. അത് എല്ലായിടം കൊത്താൻ പോകും. പക്ഷേ അതിനകത്ത് ചുരുക്കം ചില പ്രാക്കളും ഉണ്ട്. അത് കൊത്തേണ്ടതേ കൊത്തും. അത്
അത് ഏൽപ്പിക്കപ്പെട്ടതേ ചെയ്യും. അത് ഇരിക്കേണ്ടിടത്തേ ഇരിക്കും. അത് കൂട്ടായ്മ ആചരിക്കേണ്ടിടത്തെ കൂട്ടായ്മ ആചരിക്കും. അതിൻ്റെ മേൽ അഥവാ അശുദ്ധി വന്നാലും വിലംബരിച്ചാകത്തില്ല. ചാടി എഴുന്നേറ്റ് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എപ്പോഴും രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഓരോ സെക്കൻഡും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകും. അത് പ്രാവ്. സ്വത്ര പെട്ടകത്തിനകത്തുനിന്ന് രണ്ടിനെയും തുറന്നു വിട്ടു. ഏതിനെയൊക്കെ തുറന്നു വിട്ടു? പ്രാവിനെയും കാക്കയും. ആരാ തിരിച്ചു വന്നേ? പ്രാവ്. ദൈവത്തിൻ്റെ സ്വന്തം തിരിച്ചു വന്നില്ലേ? ഉടമസ്ഥൻ്റെ അടുക്കൽ തിരിച്ചു വന്നു. ഒരനക്കം പറ്റില്ല. എങ്ങനെ ഇറങ്ങിപ്പോയാൽ അതുപോലെ കാക്ക അങ്ങനെയല്ല. എവിടെയെല്ലാം കിണ്ടാൻ പറ്റുമോ, കിളയ്ക്കാൻ പറ്റുമോ അവിടെയെല്ലാം. പക്ഷെ പ്രാവ് നിൽക്കേണ്ടടുത്ത് നിൽക്കും, ഇരിക്കേണ്ടടുത്ത് ഇരിക്കും. പ്രാവ് പറന്നുപോയി. വെള്ളം പറ്റിയിട്ടില്ല, ഒരിടത്തും ഇരുന്നില്ല. അവിടെയൊക്കെ ഭയങ്കര കുഴപ്പം പിടിച്ച സാധനങ്ങളെല്ലാം മരിച്ച് മൺമറഞ്ഞ സകലതും കിടക്കയാ. പക്ഷേ ഈ പ്രാവ് അതിലൊന്നും തൊട്ടില്ല. അത് സിനിമയ്ക്കുള്ളതല്ല, ലോകമോഹങ്ങൾക്കുള്ളതല്ല, ലോകാഡംബരത്തിനുള്ളതല്ല, ലോകപാപത്തിനുള്ളതല്ല. അശുദ്ധി സംസാരിക്കേണ്ടതല്ല എൻ്റെ വായ്, അശുദ്ധി കാണേണ്ടതല്ല എൻ്റെ കണ്ണ്, മറ്റുള്ളവരുടെ കുറവ് പറഞ്ഞ് അങ്ങനെ കേൾക്കൊണ്ടിരിക്കേണ്ടതല്ല എൻ്റെ കാത്. സ്വത്രം. ഹല്ലേലൂയ. ചീത്ത വിളിക്കേണ്ട വായല്ല ഇത്. ആരെയും മോശം പറയേണ്ട വായല്ല ഇത്. സ്വത്രം. പ്രാവിൻ്റെ വാ അങ്ങനെയാണ്. ആരെയും കുറവ് പറയാനില്ല, ആരെക്കുറിച്ചും പരാതി പറയാനില്ല, ആരെക്കുറിച്ചും പരിഭവം പറയാനില്ല, ആരെക്കുറിച്ചും കുറവ് പറയാനില്ല. പ്രാവ് എപ്പോഴും കളങ്കമില്ലാത്തതായിരിക്കും, പ്രാവ് എപ്പോഴും അശുദ്ധിയില്ലാതായിരിക്കും. എന്നാൽ കാക്ക അങ്ങനെയല്ല. ആരാധിക്കുകയും ചെയ്യും, പാടുകയും ചെയ്യും, പ്രസംഗിക്കുകയും ചെയ്യും. സ്വത്രം. എന്ത് കിട്ടിയാലും കൊത്തിപ്പറിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്വത്രം. എവിടെ നോക്കിയാലും കാക്കേനെ 4 ആൾ കൂടുന്നിടത്ത് കാക്ക എപ്പോഴും കാണും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 4 ആൾ കൂടുന്നിടത്ത് ഇനി അവശിഷ്ടമുണ്ടെങ്കിൽ പ്രാവിനെ കാണത്തില്ല, കാക്കിനെ കാണും. അവശിഷ്ടമല്ല കിടക്കുന്നെങ്കിൽ എലി ചത്ത് കിടന്നാൽ അവിടെ ആര് വരും? പൂച്ച കിടന്നാൽ ആര് വരും? പക്ഷെ പ്രാവ് വരുമോ? ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം. പ്രാവിനറിയാം ഞാൻ എവിടെ പോകണം, എവിടെ പോകണ്ട, ഏത് ചേരണം, ഏത് ചേരണ്ട, ഞാൻ ആരാണ്, ഞാൻ എവിടുത്തെ ആളാണ്, എന്നെ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പയ്യൻ്റെ യോഗ്യത എന്ത്, ആ പയ്യൻ്റെ കുലമെന്ത്, ആ പയ്യൻ ആരാണ്? ഒരു ഊനവുമില്ലാത്ത മണവാളൻ. അതാരാ? യേശു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഭൂമിയിൽ ആത്മാവിൽ ജനിച്ച ഒരാളെ ഉള്ളത്. എത്ര? യേശു. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, അശുദ്ധിയില്ലാത്ത ഒരുവനെ ഉള്ളൂ. അതത്ര യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്ന മണവാളൻ സ്തോത്രം ആഗ്രഹിക്കുന്ന മണവാട്ടി ആരായിരിക്കണം? അതുപോലുള്ളൊരു മണവാട്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വിവാഹം നിശ്ചയം ചെയ്യപ്പെടുക. പക്ഷേ ഹൗവ ചിലപ്പോൾ മൊബൈലും കൊണ്ടുവരും, ചിലപ്പോൾ മൊബൈലും കൊണ്ട് അവൾ വരും. ആര്? ഹൗവ. കുറേ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ അവൾ വരും. വന്ന് പതുക്കെ പതുക്കെ കോൾ വിളിക്കും. സ്വത്രം. ഹൗവയെ വിളിക്കാം. പാമ്പിൻ്റെ കയ്യിൽ ഒന്നുണ്ട്, ഹൗവയുടെ കയ്യിൽ ഒന്നുണ്ട്. രണ്ടിനും കൂടെ പരസ്പരം സംസാരിക്കും. അപ്പം പറയും, ഇപ്പം തക്ക സമയം, നീ ഇപ്പം തൊട്ട് വാ, നിന്നോടൊരു കാര്യം സംസാരിക്കാൻ എനിക്ക് ഉണ്ട്. രണ്ടുപേരും സംസാരം തുടങ്ങി. ഇപ്പം പഴയ ബന്ധമില്ല, സംസാരം ഇങ്ങോട്ടായി, അടുപ്പം ഇങ്ങോട്ടായി. സ്വത്രം. ലോകത്തിനോട്ടായി, സർപ്പത്തിൻ്റെ അടുത്തോട്ടായി, പാമ്പിനോടായി. പാമ്പ് പല കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. ദൈവം എന്ത് വിലയ്ക്കോ അതിനുള്ള അനുവാദം പാമ്പ് കൊടുത്തു. നീ ചെയ്തോ? ദൈവം വിലക്കി, പാമ്പ് അനുവാദം കൊടുത്തു. ആരുടെ അനുവാദം കേട്ടു? ചിലർ പറയും, സ്നാനപ്പെട്ടതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ചീത്തയെന്ന് വിളിക്കുന്നതിനോ വീഡിയോ വിളിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഹൗവ പാമ്പിൻ്റെ വാക്ക് കേട്ടതുപോലെ. നിങ്ങൾക്ക് മനസ്സിലായോ? ഹൗവ പാമ്പ് പറഞ്ഞു കൊടുത്തെടി അത് കുഴപ്പമൊന്നുമില്ല, നീ അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. ഹൗവ ആദമിനെയും കൂടെ പാപം എന്ത് ചെയ്തു? ചെയ്യിപ്പിച്ചു. സ്വത്രം. നീ സ്നാനപ്പെട്ട ആളാണല്ലേ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ, നീ ഇതിനൊക്കെ പങ്കെടുക്കുമല്ലേ? എനിക്കങ്ങനൊന്നുമില്ല, എനിക്കെല്ലാം ഒരുപോലെയാണ്. സംഭവം കോള് പോയി. ആരുടെ? പറ, ആരുടെ കോള് പോയി? നിങ്ങളിനി പറ, ആരുടെ കോള് പോയി? പാമ്പിൻ്റെ കോള് പോയി. ആർക്ക്? ഹൗവയ്ക്ക്. അവർ രണ്ടുപേരും ഇപ്പം ഭയങ്കര കൂട്ടായി. ഇപ്പം ദൈവമായിട്ടുള്ള കൂട്ടാക്ക് പോയി, ഹൗവയ്ക്ക് പോയി. ഇപ്പം പാമ്പുമായിട്ടാണ്. അപ്പം ഉണ്ട്. അവൾ പറഞ്ഞു കൊടുക്കും, നീ അറിഞ്ഞോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു? ആണോ? കുഴപ്പമില്ലേ? കുഴപ്പമില്ല, നീ വാ, നമുക്ക് പോവാം.
പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുന്നതാണ്. പിന്നെ അവൾ പോകുന്നിടത്തല്ലേ ഇവളും, അവൾ ഇരിക്കുന്നിടത്തല്ലേ ഇവളും, പിന്നെ അവളെ പോലെ എല്ലാം ആയി. ഇപ്പം പാമ്പ് പറയുന്നില്ല, ആര് കേട്ടു? ഇപ്പം രണ്ടുപേരും ഇപ്പം എവിടെ പോയി? പുറത്തു പോയി. ആരാ കൂടെ ആയി? കണ്ടോ? ഇപ്പം ഏതെന്തുണ്ട് പുറത്തായി. ഇന്ന് അനേകർ കയ്യിൽ ആരുടെ നമ്പറുണ്ട്? പാമ്പിൻ്റെ നമ്പറുണ്ട്. അവർ വിളി തുടങ്ങും. രാത്രിയാകുമ്പോൾ നേരം വിളിക്കുന്നവരെ വിളി. പകലാകുമ്പോൾ ആരും ഇല്ലാത്തപ്പോഴെല്ലാം മുറിക്കകത്ത് നോക്കലും കിണ്ടലും പറക്കലും കൃപയെല്ലാം നഷ്ടപ്പെട്ട്, അഭിഷേകമെല്ലാം നഷ്ടപ്പെട്ട്, ആത്മാവിൻ്റെ വരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ലോകത്തിൽ സ്വന്തം ആൾക്കാരുടെ മുമ്പിൽ പേരിന് എന്താകാം? എന്നെ ഒന്ന് ആകർഷിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ എന്നെ ആകർഷിക്കും? ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ അങ്ങോട്ട് സംസാരമാണ്. പാമ്പ് പറഞ്ഞു കൊടുക്കും, ഇത് കേൾക്കും. പാമ്പ് പറഞ്ഞു കൊടുക്കും, ഇത് കേൾക്കും. കേട്ട് വല്ലാത്തൊരു വലക്കകത്ത് നീതുന്ന ആയിരങ്ങൾ കുരുങ്ങി കാക്കയെ പോലെ എവിടെയും കുത്തിപ്പറിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടെന്ന് പോലും ആൾക്കാർ പറയാൻ പറ്റാത്ത, സ്നാനപ്പെട്ടെന്ന് പോലും പറയാൻ പറ്റാത്ത, സംസാരം കേട്ടാൽ സംസാരം വേറും മോശം, നോട്ടം കണ്ടാൽ വേറെ മോശം, സ്വതന്ത്ര പ്രവർത്തനം കണ്ടാൽ വേറെ മോശം, ഒരു ദൈവ പൈതന്റെ ഒരു ഗുണങ്ങളുമില്ലാത്ത സ്വഭാവം ഇന്ന് അനേകരുടെ കയ്യിൽ വീഴാൻ കാരണം അവരുടെ കയ്യിൽ ചില കാക്കമാരുടെ നമ്പറുകളുണ്ട്. ഒന്നിലധികം കാക്കമാരുടെ നമ്പറുകളുണ്ട്. എല്ലാ കാക്കയും കൂടെ മാറി അവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഈ തോട്ടത്തിനകത്തുള്ള പതുക്കെ മണവാട്ടി പതുക്കെ കോൾ അറ്റൻഡ് ചെയ്ത് സ്വത്രം അതിരി വിട്ട് പുറത്തു പോകും. പിന്നെ ഇവർ രണ്ടുമാണ് ഭയങ്കര സംഭാഷണം. പിന്നെ ലോകത്തിലേക്കാണ്. ഇത് കണ്ടാൽ മണവാളിനകത്ത് യേശുവിന് ഇഷ്ടപ്പെടുവോ കരയുവോ? പറ. സങ്കടപ്പെടും, കരയും, സങ്കടപ്പെടും, കരയും. ഒരു മണവാളിനകത്ത് യേശു ക്രിസ്തു താൻ ആഗ്രഹിക്കുന്ന മണവാട്ടി ഒരു കറയില്ലാത്ത, വാട്ടമില്ലാത്ത. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, സർപ്പം ഹൗവായെ എങ്ങനെ കുരുക്കി? ഉപായത്താൽ ചതിച്ചു. എങ്ങനെ ചതിച്ചു? ഉപായത്താൽ ചതിച്ചു. അടുത്ത വരി വായിച്ചേ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഉപായം പറഞ്ഞതിച്ചോടി അങ്ങനെ ഒന്നും കുഴപ്പമില്ല. നീ അത് ഭക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നീ മിടുക്കിയാവാൻ പോകയാ, നിന്റെ ചേട്ടൻ മിടുക്കനാകാൻ പോകയാ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഭക്ഷിയില്ലേ ദൈവത്തെ പോലെ ആകാം. എന്നാ പിന്നെ കണ്ടിട്ടേ, എന്നാ പിന്നെ അവർക്കൊക്കെ ഇഷ്ടമാകുമല്ലോ, എന്നാ പിന്നെ കണ്ടിട്ടേ ഉള്ളൂ. ഇതെല്ലാം അങ്ങോട്ട് സ്വത്രം ഈ ഫോൺ കോൾ വന്ന ശേഷമാണ് ഇവരെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് ഈ ലോകത്ത് നിങ്ങൾ നോക്ക് സ്വത്രം, ഈ ലോകം എങ്ങോട്ട് പോകുന്നെന്ന് ചിന്തിച്ച് നോക്ക് സ്വത്രം. പള്ളി ഒരുപാടുണ്ട്, ആരാധന ഒരുപാടുണ്ട്. പക്ഷേ സ്വത്രം നിർമ്മല മണവാട്ടിയായി കർത്താവിനെ യഥാർത്ഥ നിർമ്മല മനസാക്ഷിയോട് ആരാധിക്കുന്ന വിശുദ്ധ മണവാട്ടികളുടെ എണ്ണം ഇന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കാക്കകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആരും വേറെ അർത്ഥത്തിൽ ചിന്തിക്കല്ലേ സ്വത്രം. എല്ലാം കൊത്തിപ്പറിക്കുന്ന, എല്ലാ സ്വഭാവവും ചെയ്യുന്ന ഒരു കൂട്ടം പേർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവ ഇവിടെ നടുവിൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിശുദ്ധിയോടെ ജീവിക്കുന്നവരുണ്ട്, യൗവനക്കാരന്മാർ, യൗവനക്കാരത്തികൾ, കർത്താവിന് വേണ്ടി ഇറങ്ങുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങൾക്കൊരു വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു ബോധം ഇല്ല എങ്കിൽ നമ്മൾ ഈ കാക്കകളെ പോലെ പാപത്തിലേക്ക്, അരുതരുതാത്ത വഴികളിലേക്ക് പോകും. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, വായിച്ചേ. ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും. ആരോടുള്ള ഏകാഗ്രത? ഇനി നമ്മുടെ ഏകാഗ്രത ഈ ലോകത്തിലുള്ള കാര്യങ്ങളോടല്ല. സർപ്പം ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുത്തു, എന്തൊന്ന് ഇടി, ഇതൊന്നും സാരമില്ല, ഇനി നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെ ചെയ്യും, നീ ഒരു പ്രത്യേക ആളായിട്ട് വാ, നീ എപ്പോഴും ആ കൂട്ടിനകത്ത് കിടന്ന് ദൈവമായിട്ട് സംഭാഷിച്ചിരുന്ന വല്ലതും നടക്കും, നീ ഇങ്ങോട്ട് വെളിയിൽ വാ, വന്നാലല്ലേ കാണാൻ പറ്റുമോ? വെളിയിൽ കൊണ്ടുപോയി കാര്യം പറഞ്ഞു കൊടുക്കാൻ എല്ലാം പോക്കായി. ദൈവത്തിൻ്റെ സ്വതന്ത്രം നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? വെളിയിൽ കൊണ്ടുവന്ന് എല്ലാം പോക്കായി, സംഭവമൊക്കെ കുഴപ്പം. ഇതുപോലെയാണ് ആ സ്വതന്ത്രം കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടത്തിനകത്തിരിക്കുന്ന മണവാട്ടിയെ ലോകത്തിലുള്ള പലതും കാണിച്ചു കൊടുത്ത് വശീകരിച്ച്, ഒരു വശീകരണത്തിൻ്റെ ആത്മാവിനെ പകർന്ന് ചാട്ടവും ആരാധനയൊക്കെ ഉണ്ട്. സ്വത്രം സാത്താനും താൻ വെളിച്ച ദൂതൻ്റെ വേഷം 11:14 വായിച്ചേ. സ്വത്രം ഇപ്പോൾ വായിച്ച അദ്ദേഹത്തിൻ്റെ 14 വാക്യം വായിച്ചേ. അത് ആശ്ചര്യവുമല്ല, ഇല്ല, സാത്താൻ താനും 13 മുതൽ വായിക്കാം. 13 മുതൽ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും ആരുടെ വേഷം ധരിക്കുന്നു? വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അടുത്ത ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം മാത്രമേ ഉള്ളൂ. വേഷത്തിൽ മാത്രം ഞാൻ എന്തോ വലിയ
എന്തോ വലിയ കൃപയുള്ള ആൾ, വേഷത്തിൽ മാത്രം. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഈ പുറത്തൂടെ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് പുറം വേണമെന്നല്ല, പുറം വേണം, നമ്മളെ ആൾക്കാർ കാണുന്ന അവിടെയാണ്. ദൈവത്തിന് സ്തോത്രം. പുറവും വേണം, അകവും വേണം, രണ്ടും വിലയുള്ളതാണ്. എന്നാൽ പുറം മാത്രം വെച്ചിട്ട് കവളിപ്പിക്കുന്ന ഒരു കപട വേഷം ധരിച്ച് നടക്കാൻ പാടില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മുഴുവൻ. വായിച്ച അടുത്ത വാക്യം കൂടെ അവസാനം. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അടുത്ത വരി, അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും. ഇതാണ് പ്രശ്നം. അവരുടെ അവസാനം എങ്ങനെ ഇരിക്കും? അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും. ഈ പുറമെ കുറേയൊക്കെ കാണിച്ചും കൊണ്ട് പ്രവർത്തിച്ച് നടക്കും. അവരുടെ അവസാനം എങ്ങനെയായിരിക്കും? അവരുടെ പ്രവർത്തിക്ക് അടുത്ത അതായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. സ്വത്രം, നമുക്ക് ഒരു വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പൈതലെ പ്രതികൂലങ്ങളിലൂടെ ചിലപ്പോൾ പോകാം, പ്രതിസന്ധിയിലൂടെ ചിലപ്പോൾ പോകാം. സ്വത്രം, സംഖ്യാപുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം അതിൻ്റെ 31-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ, സംഖ്യാപുസ്തകം അതിൻ്റെ 30. തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിൽ ഇട്ടെടുക്കണം, എന്നാൽ അത് ശുദ്ധമാകും. കണ്ടോ, ചിലപ്പോൾ തീക്കകത്തൂടെ എന്നെയും നിങ്ങളെ ശുദ്ധമാക്കാൻ. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ചിലപ്പോൾ എവിടെ ഇടും? തീക്കകത്തൂടെ ഒക്കെ നമ്മൾ പോകും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ ചില പ്രശ്നത്തിനകത്തൂടെയൊക്കെ പോകും. നമ്മുടെ പൗരത്വം എവിടെ? സ്വർഗത്തിലാണ്. നമ്മൾ എവിടത്തുകാരാണ്? സ്വർഗത്തിൽ. നമുക്കൊരു വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആരുമായിട്ട്? യേശുവായിട്ട്. ഇനി നമ്മൾ ആരുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്? വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട പയ്യെ പറയും, നീ അങ്ങനെ പോകരുത്. ഞാൻ പോകത്തില്ല അവിടെ. എന്താ കാരണം? അവനിഷ്ടമല്ല. ദൈവത്തിൻ്റെ സ്വന്തം. നീ അത് ചെയ്യരുത്, അവനിഷ്ടമല്ല. അവൾ അതുപോലെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എന്ന മണവാളൻ ബൈബിളിലെ വചനമെന്ന പ്രമാണം തന്നിട്ട് നമ്മളോട് പറയുന്ന, മക്കളെ നീ ഇതുപോലെ വാ. ഇതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ പ്രതിസന്ധികളിലൂടെ കൊണ്ടുപോകും. പക്ഷെ അവിടെയും നമുക്കിടത്തോട്ടോ വലത്തോടെ തിരിയാൻ പ്രമാണം ഇല്ല. ഒന്നുകൂടെ വായിച്ച ഇരമ്യാവിൻ്റെ പുസ്തകം തന്നെ ഒന്ന് വായിച്ചേ. 31-23. സംഖ്യാപുസ്തകം 31-23. തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിൽ ഇട്ടെടുക്കണം, എന്നാൽ അത് ശുദ്ധമാകും. അതെന്ത് ചെയ്യും? എന്താവും? ശുദ്ധമാകും. ശുദ്ധമാക്കാൻ ചിലപ്പോൾ എന്തിടും? എവിടെ ഇടും? തീയിലിടുമ്പോൾ ശുദ്ധമാകും. സദൃശവാക്യം വായിക്കുമ്പോൾ 25-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, എല്ലാവരും വേദപുസ്തകം തുറന്ന് നോക്കണം. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാലേ തട്ടാൻ എന്ത് കിട്ടുള്ളൂ? ഒരു ഉരുപ്പടി കിട്ടുമല്ലോ. ഉരുപ്പടി കിട്ടണമെങ്കിൽ തട്ടാൻ എന്ത് ചെയ്യണം? കീടം നീക്കണം. കീടം നീങ്ങണമെങ്കിൽ എവിടെ ഇടണം? തീക്കകത്ത് ഇടണം. ഹല്ലേലൂയ. ചില തീക്കകത്തോടെ പോകുമ്പോഴല്ലോ നിന്റെ കീടം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറവുകൾ നികന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പൊളിക്കാനുള്ളത്, എവിടെ താഴാനുള്ളത്, എവിടെ നികരാനുള്ളത്, എവിടൊക്കെയോ എവിടൊക്കെ മാറ്റം വരാനുള്ളത്, എവിടൊക്കെയോ ഒരു ശോധനയിലൂടെ നമ്മളെ കീടം നീക്കി പുറത്തെടുക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ചിലപ്പോ വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു നല്ലൊരു ഉരുപ്പടിയായി നമ്മളെ കിട്ടും. അല്ലെങ്കിൽ നാട്ടുകാർ തട്ടുന്ന ഒരു പാത്രമായിട്ട് നാട്ടുകാർക്ക് കിട്ടും, ലോകത്തിന് കിട്ടും. സ്തോത്രം. ദൈവം ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ നമ്മളൊരു എന്തായിരിക്കും? തട്ടുന്ന പന്തായി മാറും. എന്നാൽ ആ തീക്കകത്തൂടെ പോകുമ്പോൾ കർത്താവ് നല്ലൊരു ഉരുപ്പടി കിട്ടും. എവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന, എവിടെ സ്വഭാവത്തിന് മാറ്റം വന്ന, നോട്ടത്തിന് മാറ്റം വന്ന, സംസാരത്തിന് ഒരു യേശുവിനെ അറിഞ്ഞ ഒരു പൈതലിനെ കണ്ടാൽ അറിയാം. 1, 2 സംസാരം കേൾക്കുമ്പോൾ അറിയാം അവരുടെ ജീവിതത്തിനകത്ത് മാറ്റം വന്നിരിക്കും. അത് യഥാർത്ഥ പൈതലിൻ്റെ ഗുണമാണ് ഞാൻ പറഞ്ഞത്. സ്വത്രം. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് മാറ്റം വന്നിരിക്കും. ദൈവത്തിൻ്റെ സ്വത്രം. അല്ലെങ്കിൽ മനുഷ്യനെന്ത് ചെയ്യും? തട്ടും. സ്വർണ്ണക്കടയ്ക്കകത്ത് സ്വർണ്ണ തട്ടാൻ്റെ അടുക്കൽ പോയാൽ നമുക്കറിയാം അവരുടെ കയ്യിൽ എപ്പോഴും ഇത്രയുള്ളൊരു കുഴൽ കയ്യിൽ കാണും. പിന്നെ ഒരു ചവണ
അപ്പോഴപ്പോഴാ ചവണയെടുത്ത് എന്ത് ചെയ്യും, ഈ സ്വർണത്തിന് തീക്കകത്ത് ഇങ്ങനെ കിണ്ടിയൊക്കെ ഇട്ടിട്ട് ഈ കുഴൽ വെച്ച് ഊതി ഇതിനകത്ത് കിടക്കുന്ന സ്വർണത്തെ എന്ത് ചെയ്യും, സ്വർണം തീ കഷ്ണം പോലെ കിടന്ന് അപ്പോഴപ്പോഴാ ഈ സ്വർണത്തിന് ഇങ്ങനെ എന്ത് ചെയ്യും, ഈ സ്വത്രം ചവണ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി കണ്ണിൻ്റെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് വീണ്ടും താഴെ എടുത്ത് കൊണ്ടുവരുമ്പോൾ വിചാരിക്കും, ഈ സ്വർണം വിചാരിക്കും, ഓ ആശ്വാസമായി, ഈ തീക്കകത്ത് നിന്നെ പുറത്തെടുത്തല്ലോ, ഒരാശ്വാസമായി നോക്കും. ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനകത്ത് കുറച്ചുകൂടെ ഊതി കൊടുക്കും. ദൈവത്തിന് സ്വത്രം. അപ്പം മനസ്സിലാവും, അയ്യോ എൻ്റെ അല്പ ആശ്വാസം വീണ്ടും എന്തായി മാറി, തീയായി മാറിയെന്ന്. അപ്പം തട്ടാനോട് ചോദിക്കുക, നീ എന്തിനാണ് ഇത് ഇങ്ങനെ പൊക്കി? അപ്പോൾ പറഞ്ഞു, ഇനിയും കീടം നീങ്ങാൻ ഉണ്ട്, ഇനിയൊന്ന് വെളുക്കാൻ, ഇനിയൊന്ന് പണിയാൻ, ഇനിയൊന്ന് ഈ സ്വർണത്തിന് ചില കാര്യങ്ങൾ നടക്കാൻ ഉണ്ട്, കുറച്ചും കൂടെ ഇതിന് കത്താനുണ്ട്, കുറച്ചും കൂടെ ഇത് വേകാനുണ്ട്, കുറച്ചും കൂടെ ഇത് വെന്താലേ ഇത് പാകമാകത്തു. ചില മക്കളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മക്കളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നറിയാം, യേശു ആകുന്ന മണവാളന് ഇതിനകത്ത് വന്നിട്ടുള്ളൊരു തട്ടാനെ പോലെ, അതെ, ശുദ്ധി ചെയ്യുന്ന ഒരു മണവാളൻ, ശുദ്ധി ചെയ്യുന്ന ഒരു മണവാളൻ, കീടം നീക്കുന്ന ഒരു മണവാളൻ, പാപത്തെ പോക്കുന്ന ഒരു മണവാളന്, രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു മണവാളന്, അശുദ്ധിയെ ചാരമാക്കുന്ന ഒരു മണവാളന് ഓ ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്വോത്ര, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. നമ്മൾ പാടും, പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി. ശോധനയ്ക്ക് എത്തുമ്പോൾ നമ്മൾ പാടുന്ന പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ. നമ്മൾ പാടും, കർത്താവേ ഈ പത്മോസിനകത്ത് എത്ര കാലം നീട്ടിരിക്കുവപ്പാ, ഒരു രക്ഷയില്ലല്ലോ ദൈവമേ എന്ന് പാടുമ്പോൾ ചിന്തിച്ചോ, നിന്റെ കീടത്തിന്, നമ്മുടെ കീടത്തിന് ദൈവം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കീടം നീങ്ങി നീ വെളി വന്ന ഓ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരനുഗ്രഹത്തിന്റെ ഓ ആമേൻ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുപ്പച്ചൻ എന്നിൽ വെളിപ്പെടണമെങ്കിൽ കീടം നീങ്ങിയാലേ പറ്റുമോ. തട്ടാൻ പറയും, ഈ സ്വർണം നല്ല സ്വർണമായി മൊത്തം കീടം നീങ്ങുമ്പോൾ തട്ടാനോട് ചോദിക്കാം, തട്ടാനെ ഓ നിങ്ങൾ എന്തിനാണ് ഇത് എത്ര നേരം ഇതിനെ ഇട്ട് തീയിലിട്ട് ശരിയാക്കണം? അപ്പോൾ പറയും, ഞാൻ എൻ്റെ മുഖത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കണ്ണതിൽ പതിഞ്ഞ് കാണും, എൻ്റെ മുഖം അതിൽ കാണും, കാണുന്നത് വരെ ഞാൻ തീയിലിടും, കാണുന്നത് വരെ കീടം നീക്കും, കാണുന്നത് വരെ കീടം നീക്കും. കീടം നീക്കി കഴിയുമ്പോൾ എൻ്റെ മുഖം ഈ സ്വർണത്തിലൂടെ കാണുമ്പോൾ ഞാൻ നിർത്തും, പണി നിർത്തും. യേശുവിനെ കാണുന്നത് വരെ യേശുവിന്റെ എന്നിലൂടെ, നിങ്ങളിലൂടെ, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ ഭാവം, യേശുവിന്റെ താഴ്മ, യേശുവിന്റെ വിനയം, ഓഹോ, ആമേൻ, 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 ആമേൻ. ദൈവത്തിന് മഹത്വം. അതുവരെ ഈ പണി നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്തു നമ്മിൽ വെളിപ്പെടാൻ കീടം നീങ്ങിയേ തീരൂ. ഹല്ലേലൂയ, സ്വോത്ര. ഈ കീടം ഉണ്ടായിരുന്ന നമ്മളെ രൂപം കണ്ടാൽ ഒരിക്കലും യേശുവിന്റെ രൂപത്തോട് ഒരു സാദൃശ്യവും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളിൽ അനേകർ സംസാരിക്കുന്ന പോലെ വെടിച്ചെന്ന് സംസാരിച്ച യേശുവിനെ കാണുമോ വേറെ ആരെങ്കിലും കാണുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പൊ തീയിലകത്ത് വീഴുന്തോറും ഇതുരുകി ഞാനെന്ന സ്വയങ്ങൾ മരിച്ചുകൊണ്ടിരിക്കും. അവിടെ എല്ലാം കീടം നീങ്ങിക്കൊണ്ടിരിക്കും, അവിടെ എല്ലാം താഴ്മ വന്നുകൊണ്ടിരിക്കും, അവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ സ്വഭാവം വന്നുകൊണ്ടിരിക്കും, അവിടെ എല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കും. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഒരു തട്ടാനും വായിച്ചേ. 3-ാം അധ്യായം മലാഖി, അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ഒരു തട്ടാന്മാര് പോലും സ്വർണത്തിന് തീക്കകത്തിട്ടില്ല, എവിടെ പോകൂല. ഞാൻ ഇപ്പൊ വരാം, ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരാമെന്നിങ്ങനെ പോകൂ. അയ്യോ ഈ വെള്ളം ദാഹിച്ചു വയ്യ, അതുകൊണ്ട് ഈ തീക്കകത്തിട്ട് കുടൽ കൊണ്ട് ഈ ഇതൊക്കെ ഒന്ന് ഊതി തീ കത്തിച്ച് കുറച്ചും കൂടെയൊക്കെ ആക്കി ഇട്ടിട്ട് തട്ടാൻ പറയുകയാണ്, ഞാൻ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരാം. അത് പറയുമോ? എന്താ പോത്തെ, കണ്ണെടുക്കൂല. ആമേൻ. ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ
പ്രിയ തോഴനായി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഒരു ഹിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഹിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തട്ടാനൊരിക്കലും തീക്കകത്തിട്ടിട്ട് ഒരിക്കലും ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകത്തില്ല. അർത്ഥം, എന്നെയും നിങ്ങളെയും ശോധനയിലൂടെ വിടുമ്പോൾ നല്ല തട്ടാനാകുന്ന യേശു ഒരിമ പോലും വെട്ടാതെ എന്നെ നിങ്ങൾ നോക്കി. എത്രക്ക് മനസ്സിലായി? നിങ്ങളുടെ കൂടെ വീട്ടിനകത്ത് രാത്രി കണ്ണീരിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ, വേദനയുടെ നടുവിലൂടെ പോകുമ്പോൾ, ദുഃഖത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ എനിക്ക് ആര് ആശ്വാസം തരുമോ, എനിക്ക് ആര് തണുപ്പ് തരുമോ, എന്നെ ആര് തണുപ്പിക്കുമോ, എനിക്ക് ആര് ആശ്വാസം തരുമോ എന്ന് തീർച്ചയുള്ള അനുഭവത്തിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ ബാക്കി എല്ലാവരും മാറിപ്പോകും. പക്ഷെ ഒരു ഇമ പോലും അടയാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്. അത് നല്ല തട്ടാനത്രേ. ആ നല്ല തട്ടാന്റെ കണ്ണ് ഒരു ഇമ പോലും അടയാതെ, ഒരു ഇമ പോലും അവൻ ശോധനയ്ക്കകത്തൂടെ പോകുമ്പോൾ പൈതല നീ കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിലാണ്. കർത്താവ് മാറാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വേദനയ്ക്കകത്ത്, ആ ഭാരത്തിനകത്ത്, ആ ദുഃഖത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നീ തീക്കകത്ത് കിടക്കുമ്പോൾ നിന്നിൽ നിന്ന് കണ്ണ് പറിക്കത്തില്ല. ആ തട്ടാനാകുന്ന യേശു ഒരു പോലും അടയാതെ നിന്നെ നോക്കി, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി, നിന്റെ കൈകളിലേക്ക് നോക്കി. നീ തീച്ചൂളക്കകത്തൂടെ പോകുമ്പോൾ, നീ രാത്രി കരയുമ്പോൾ, പകല് കരയുമ്പോൾ, സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നതാകുമ്പോൾ കണ്ണു പറിക്കാത്ത യേശു, എന്റെ കർത്താവ് കണ്ണു പറിക്കത്തില്ല. കർത്താവ് നോക്കി പറയൂ, എന്റെ പിള്ള ഇത്രമാത്രം വേദനയിലൂടെ പോകുന്നത് ഞാൻ മാറിപ്പോകത്തില്ല, ഞാൻ മാറിപ്പോകത്തില്ല. അവളെ വിട്ട് എന്റെ കണ്ണ് മാറത്തില്ല, അവളെ വിട്ട് ഞാൻ എന്റെ കണ്ണ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ വിട്ട് കണ്ണ് മാറാത്ത ഒരു യേശുവിന്റെ കണ്ണ് ഇന്ന് ഇതിനകത്ത് പൈതലേ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ തീച്ചൂളക്കയുടെ അകത്തൂടെയാണ് പോകുന്നത്. എന്നെ ആരും കാണുന്നില്ലേ? എന്റെ വേദന ആര് മാറ്റുക? എന്റെ ദുഃഖം ആര് മാറ്റുക? എന്റെ കണ്ണുനീര് ആര് മാറ്റുക? എന്റെ നീ ഞാൻ ഇറങ്ങുമ്പോൾ നിന്നെ കാണുന്ന കണ്ണുകൾ, നിന്നെ അറിയുന്ന കണ്ണുകൾ, നിന്നെ മനസ്സിലാക്കുന്ന കണ്ണുകൾ, നിന്നെ കൂടെ ഇറങ്ങി വന്ന് നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ആ കരം. അതെ 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 നിന്റെ മേൽ ആ കണ്ണ് മാറിപ്പോകത്തില്ല. ആമേ ആമേ. നിന്നെ എൻ്റെ അപ്പൻ ഉപയോഗിക്കാൻ ഒരാഭരണമായി മാറ്റിയെടുക്കുക. ഈ തീക്കകത്തൂടെ പ്രയാസത്തിലൂടെ പോകുന്നുവോ, ആമേ, കണ്ണീരിലൂടെ പോകുന്നുവോ, കർത്താവിന്റെ കണ്ണ് നിന്റെ മേല. ഏത് വിജയത്തിന്റെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്, ഏത് വിജയത്തിന്റെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്, ഏത് വിജയത്തിന്റെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്. നീ കണ്ണീരിലൂടെ പോവുകയാണോ, ദുഃഖത്തിലൂടെ പോവുകയാണോ, പേടിക്കണ്ട. എന്റെ ദൈവത്തിന്റെ കണ്ണ് പറിക്കാതെ നിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം.
എൻ്റെ അഴകാണ് അമൃതാണ് യേശു. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയരാണേ, എൻ്റെ അഴകാണേ അമൃതാണ് യേശു. രാവിലും പകലിലും യേശു മാത്രമേ, ഉയിരിലും ഉണർവിലും യേശു മാത്രമേ. രാവിലും പകലിലും യേശു മാത്രമേ, ഉയിരിലും ഉണർവിലും ഡാഡി മാത്രമേ. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ അമൃതാണ് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്കകത്തിരിക്കുന്ന സ്വർണ്ണത്തെ തട്ടാൻ കണ്ണ് പറിക്കാതെ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തീക്കകത്തൂടെ, വേദനയ്ക്കകത്തൂടെ, ഒറ്റപ്പെടലിനകത്തൂടെ, കണ്ണുനീരിൻ്റെ അകത്തൂടെ, ഹൃദയം പൊട്ടുന്ന വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുവന്റെ കണ്ണ് എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് യേശുവിൻ്റെ കണ്ണ്. കണ്ണ് പറിക്കാതെ, കണ്ണ് മാറ്റാതെ, ഒരു ഇമ പോലും അടയാതെ രാവ് പകലും എൻ്റെ യേശുവിൻ്റെ കണ്ണ് എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും, അപ്പാ എന്തുകൊണ്ടായി പ്രശ്നം? കർത്താവേ, ഈ പരീക്ഷ കർത്താവേ സ്വത്രം, ഏത് വിജയത്തിൻ്റെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഒരു ക്ലാസ് പരീക്ഷയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പരീക്ഷയെക്കുറിച്ച്. ആദ്യം ഒരു ക്ലാസ് പരീക്ഷയുണ്ട്. ഹല്ലേലൂയ, സ്വത്രം. അതിന് വലിയതായിട്ട് പേടിക്കാനൊന്നുമില്ല. ആ ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ ആദ്യത്തെ അടുത്ത് ഒരു ക്രിസ്മസ് പരീക്ഷയുണ്ട്. ആമേൻ, സ്വത്രം. ഓണപ്പരീക്ഷയുണ്ട്. ഓണപ്പരീക്ഷ കഴിഞ്ഞാൽ അടുത്തൊരു ക്രിസ്മസ് പരീക്ഷയുണ്ട്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ അടുത്തൊരു മോഡൽ എക്സാം ഉണ്ട്. മോഡൽ എക്സാം കഴിഞ്ഞാൽ അടുത്തൊരു ഫൈനൽ എക്സാം ഉണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം വായിക്കുമ്പോൾ 66-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ നോക്കി, സങ്കീർത്തന പുസ്തകം 66-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ സ്വത്രം, ഏത് വിജയത്തിൻ്റെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്. എത്രക്ക് മനസ്സിലായി? ഏത് വിജയത്തിൻ്റെ മുമ്പിൽ ഒരു ദൈവ പൈതലെ, മകനെ, ഏത് പരീക്ഷയുടെ മുമ്പിൽ, സ്വത്രം, ഏത് വിജയത്തിൻ്റെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്. പരീക്ഷ കഴിഞ്ഞാലേ വിജയം അറിയാൻ പറ്റുമോ? പരീക്ഷ എഴുതാതെ വിജയം എങ്ങനെ അറിയും? പരീക്ഷ കാണും. ഹല്ലേലൂയ. പരീക്ഷ ഉണ്ടെങ്കിലേ വിജയം അറിയാൻ പറ്റത്തുള്ളൂ. സങ്കീർത്തനം 66-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഇത്ര നീതി ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. എല്ലാവരും പഠിച്ചിട്ട് വരണം. സ്തോത്രം, ഹല്ലേലൂയ. കുട്ടികൾ പഠിച്ചിട്ട് വരും. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ആ ടെസ്റ്റ് പേപ്പറിൽ പാസ്സാകും. ചിലപ്പോൾ തോറ്റാലും കുഴപ്പമില്ല. കുറച്ച് പോർഷനേ ഉള്ളൂ. അതിന് 2 ദിവസം ഇരുന്ന്, അല്ലെങ്കിൽ 1 ദിവസം ഇരുന്ന് പഠിച്ചാൽ വീണ്ടും അത് സ്വത്രം, അത് ജയിക്കത്തക്കതേ ഉള്ളൂ. കുറച്ച് ഭാഗമേ ഉള്ളൂ അത് പഠിക്കാൻ. സ്വത്രം. എന്നാൽ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞ് അടുത്ത ആദ്യത്തെ പരീക്ഷ, എന്തോന്ന് പരീക്ഷ? ഓണപ്പരീക്ഷ വരും. ഓണപ്പരീക്ഷ അല്പം കൂടെ കഠിനമാണ്. സ്വത്രം. തട്ടാനോട് ചോദിക്കാം, തട്ടാനെ വീണ്ടും ഒന്നിനായിട്ട്, അത് നല്ല കീടമുണ്ട് നീങ്ങാനാ. ആ പരീക്ഷ ഇത്തിരി നല്ല കീടമുണ്ട്, നീങ്ങത്തി കട്ടിയായിട്ടിരിക്കുക. സ്വത്രം. ഓണപരീക്ഷയും കഴിഞ്ഞു. അമ്മേ, ദൈവത്തിന് സ്വത്രം. അടുത്ത പരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷ. അതുണ്ടല്ലോ 1-ാമത്തെ പാഠം മുതൽ ക്രിസ്മസ് പരീക്ഷയുള്ളൊരു പാഠം ആ ക്രിസ്മസ് പരീക്ഷയുടെ. അടുത്ത മോഡൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ മുഴുവൻ അതുവരെ പഠിപ്പിച്ച മുഴുവനും മോഡൽ പരീക്ഷയ്ക്ക് വരും. തീർന്നില്ല. ഫൈനൽ പരീക്ഷയ്ക്ക് 1-ാമത്തെ പാഠം മുതൽ അവസാന പാഠം വരെയും, പിന്നെ കുറേ വർഷങ്ങൾ പഠിപ്പിച്ച ക്വസ്റ്റ്യനും കൂടെ വെച്ച് മൊത്തത്തിലൊരു പരീക്ഷയാണ്. ഏത് പരീക്ഷ? ഇതിൽ പാസ്സായാൽ, ഹല്ലേലൂയ, എത്രക്ക് മനസ്സിലായി? ഈ പരീക്ഷ ഒരു സാധാരണ പരീക്ഷയല്ല, അസാധാരണ പരീക്ഷയാണ്. കീടം നീങ്ങി പുറത്തു വരുന്ന പരീക്ഷ, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനെ കാണുന്ന പരീക്ഷ, ക്രിസ്തുവിനെ പോലെ ആക്കി വെളിയിലെടുക്കുന്ന ഒരു പരീക്ഷ.
ഹല്ലേലൂയ. 66:10 പറയുന്നു, വായിച്ചേ, ടക്കന വായിച്ചേ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ. എങ്ങനെ? വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? എങ്ങനെ? ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. നോക്കിയേ, ആദ്യത്തെ പരീക്ഷ എന്തോന്നാ തുടങ്ങിയതെന്ന് വായിച്ചേ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പരിശോധന ഏത് പരീക്ഷ? ക്ലാസ് പരീക്ഷ. പരിശോധിച്ചിരിക്കുന്നു. അടുത്ത വരി വെള്ളി ഊതി കഴിക്കും. രണ്ടാമത്തെ പരീക്ഷ വെള്ളി ഊതി കഴിക്കും പോലെ കൊണ്ടുവന്നു. അടുത്ത് നീ ഞങ്ങളെ വലയിൽ. മൂന്നാമത്തെ പരീക്ഷ വലയ്ക്കകത്തങ്ങാക്കി. ഒന്നാമത്തെ പോലെ രണ്ടാമത്തത് പോലെയല്ല. ഏത്? മൂന്നാമത്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണോ മെസ്സേജ് ഇട്ട? അങ്ങ് ആഴ്ചയാണോ? ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് എന്തിലാക്കി? വലയ്ക്കകത്താക്കി. മൂന്നാമത്തെ വല അസാധ്യ വലയാ. അടുത്ത വരി വായിച്ചേ. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഇപ്പൊ എന്തുകൊണ്ടോ അടുത്ത് ഇപ്പൊ വലയല്ല. ഇപ്പൊ എത്ര ഘട്ടമായി? 4ാമത്തെ ഘട്ടം. ഇപ്പൊ എന്തോന്നുകൊണ്ട് വെച്ചിരിക്കുന്നു? മുതുകത്ത്. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ, ആദ്യം മുതൽ എന്തെന്നൊക്കെ നോക്കട്ടെ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. 1 ക്ലാസ് പരീക്ഷ പരിശോധന. 2 വെള്ളി ഊതി കഴിക്കും പോലെ. രണ്ടാമത്തെ പരീക്ഷ വെള്ളി ഊതി കഴിക്കും പോലത്തെ പരീക്ഷ. അടുത്ത് നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. മൂന്നാമത്തെ പരീക്ഷ കുറച്ചുകൂടെ കഠിനം, വലയ്ക്കകത്തിട്ട പരീക്ഷ. അടുത്ത് ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം. 4ാമത്തെ പരീക്ഷ. 4ാമത്തെ പരീക്ഷ ഭാരം. 4ാമത്തെ പരീക്ഷ ഭാരം. മോഡൽ പരീക്ഷ പോലെയല്ല, ഫൈനൽ പരീക്ഷ ഭയങ്കര ഭാരമാണ്. എന്ത് ചെയ്യണമെന്നൊന്നും ഒരു നിർവാഹവും ഇല്ല. ഒരു നിർവാഹവും. 4ാമത് വന്നപ്പോൾ ആ മോഡൽ പരീക്ഷയിൽ 1 മുതൽ ഇന്ന് വരെയുള്ള എല്ലാം ഇട്ടു. അടുത്തിന് ഫൈനൽ പരീക്ഷ. സ്പൈസി. അടുത്ത വാക്ക്, അടുത്ത വരിയാണ് ഫൈനൽ. നീ മനുഷ്യരെ. ഇപ്പം അടുത്ത പരീക്ഷ 5ാമത്തെ പരീക്ഷ. ഏത്? ക്ലാസ് പരീക്ഷ, പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ. അടുത്തേത് പരീക്ഷ വന്നു? മോഡൽ പരീക്ഷ. അടുത്ത 5ാമത്തെ പരീക്ഷ ഏത്? പറ. ഫൈനൽ എക്സാം അല്ലേ? 5 പരീക്ഷയോ? 5ാമത്തെ പരീക്ഷയിൽ പരിശോധനയല്ല, ഊതിക്കഴിക്കലല്ല, വലയിലിട്ട് കൂട്ടിയതല്ല, പിന്നെ എന്തോന്ന് തോളത്ത് വെച്ചതുമല്ല. ഇപ്പം ആളുകൾ തലയിൽ കൂടെ ഓടാൻ തുടങ്ങി. 5ാമത്തെ പരീക്ഷ ഏത്? പറ. 5ാമത്തെ പരീക്ഷ ഏത്? തലയെല്ലാം കുനിയും എല്ലാം കൂടെ ഓടുന്ന ഇപ്പം എൻ്റെ തലയിൽ കൂടെയാ. ഒരു നിർവാഹമില്ല. 1ാമത്തെ പരീക്ഷ എന്ന് മനസ്സിലായല്ലോ. 2ാമത്തെ പരീക്ഷ. 1ാമത്തെ പരീക്ഷ ശോധനയെങ്കിൽ 2ാമത്തെ പരീക്ഷ എന്തോ പരിശോധനയെങ്കിൽ 2ാമത്തെ പരീക്ഷ തീയിൽ കൂടെ ഊതിക്കഴിച്ചു. 3ാമത്തെ പരീക്ഷ വലയ്ക്കകത്തിട്ടു. 4ാമത്തെ പരീക്ഷ തോളത്ത് വെച്ച് കൊടുത്തു, ഭാരം വെച്ച് കൊടുത്തു. 5ാമത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം തോളത്ത് ഭാരം മാത്രമല്ല, ഇപ്പം പോകുന്നവരും വരുന്നവരും എല്ലാം ചവിട്ടി മെതിക്കുന്ന തല. ഈ തലയിൽ കൂടെ എല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുക. ഒരു നിർവാഹമില്ല, 100 നിർവാഹമില്ല. ചവിട്ടി മെതിക്കുമ്പോൾ ഓരോ ചവിട്ട് കിട്ടുമ്പോഴും ഞാൻ പതുക്കെ പൊങ്ങി ചോദിക്കുക, എടേ നീ എന്തിനാണ് എന്നെ ചവിട്ടുന്നത്? എങ്ങനെ? കുറെ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിക്കൊണ്ട് പോകുന്നല്ല, നീ എന്തിനാണ് എന്നോട് ചവിട്ടുന്നത്? അപ്പോൾ അവൻ തിരിഞ്ഞ് എന്നോട് പറയും, നീ എന്നോട് ചോദിക്കേണ്ട, ഒയിലിരിക്കുന്ന ഒരുവൻ എന്നോട് പറഞ്ഞു നിന്നെ ചവിട്ടാൻ. ഞാൻ നിന്നെ ഇതാ ചവിട്ടുന്നു, നിനക്ക് വല്ലതും ചോദിക്കണമെങ്കിൽ മുകളിൽ ചോദിര്. അതാരാ? അവനെ ചവിട്ടാൻ വിട്ടതാരേ? പറ, നിങ്ങൾ പറ. അവനെ ചവിട്ടാൻ വിട്ടതാരേ? നിങ്ങൾക്ക് വചനം മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? അവനെ ചവിട്ടാൻ വിട്ടതാരേ? അവനെ ചവിട്ടാൻ വിട്ടതാരേ? ഈ ശോധനയ്ക്കകത്ത് ചവിട്ടാൻ വിട്ടതാരേ? എന്തിനു വേണ്ടി? എൻ്റെ ദൈവം എന്ത് തീരുമാനം എടുക്കും? എന്തിനു വേണ്ടി? ഈ പരീക്ഷ ജയിക്കണം. ആമേൻ, 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 ആമേൻ. ഒന്നാമത്തത് ക്ലാസ് ടെസ്റ്റ് പേപ്പറെങ്കിൽ, 2ാമത്തത് ഓണപരീക്ഷയെങ്കിൽ, 3ാമത്തത് ക്രിസ്മസ് പരീക്ഷയെങ്കിൽ, 4ാമത്തത് മോഡൽ എക്സാം എങ്കിൽ, 5ാമത്തത് ഒരു ഫൈനലുണ്ട്. ഫൈനൽ പരീക്ഷയിൽ നിവരാൻ പറ്റത്തില്ല. ഒരു നെല്ലട പോലും വേദന ഇല്ലാത്ത സ്ഥലം കുറച്ചല്ലേ, മറ്റേതൊക്കെ വേദന കുറച്ചല്ലേ, മുതുകിലും ശോധനയിലുമൊക്കെ. ഇപ്പോൾ ഒരു നെല്ലട പോലും സ്വസ്ഥത ഇല്ല. അപ്പോൾ ഉണ്ട് നമ്മൾ ചോദിക്കും, കർത്താവേ എന്ന് തീരും എൻ്റെ ദുഃഖം ഇന്നി മണ്ണിലെ ഉണ്ടോ? നമ്മൾ പറയും, അപ്പച്ചാ ഇനി ഈ ദുഃഖം ഒന്ന് തീരാൻ. കർത്താവ് പറയും, മക്കളെ ഈ 4 ഇടത്തിൽ ജയിച്ചു വരാൻ 10ാം വാക്യം വായിച്ചേ. 66:10.
12, 66, 12. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അടുത്ത് 12 വാക്യം. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഞങ്ങൾ ആ സമയത്ത് ഓടിയപ്പം തീയിലുമല്ല വെള്ളത്തിലും അല്ലാത്തൊരു സ്റ്റേജ്. ഏത് പരീക്ഷയില്? 5ാമത്തെ പരീക്ഷയിൽ. ഇപ്പൊ തീയിലുമല്ല, ഒരിടം പിടിച്ചാൽ കിട്ടുന്നില്ല. ഇനി എന്തിനു വേണ്ടി? 12 വാക്യം. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എവിടെ കൊണ്ടുവരാനാ? ഈ 5 എണ്ണത്തിൽ കൂടെ വിട്ടേ പറ. എവിടെ കൊണ്ടുവരാൻ? എവിടെ കൊണ്ടുവരാൻ? പറഞ്ഞേ, എവിടെ കൊണ്ടുവരാൻ? ആമേൻ. ഈ സമൃദ്ധിയിൽ ഈ ക്രിസ്തുവിനെ പോലെ തികവുള്ള ഒത്ത മണവാട്ടിയാക്കാൻ ഈ 5 എണ്ണത്തിലൂടെ കടത്തി കൊണ്ടുവന്ന്, എങ്കിലും നീ എന്നെ പരീക്ഷയിൽ വിജയം വന്നു, റിസൾട്ട് വന്നു, ഇത് റാങ്കോടെ പാസ്സായി. ഒന്നാമത്തെ പരീക്ഷ കണ്ട് നീ പേടിക്കല്ലേ, 2ാമത്തേത് കണ്ട് പേടിക്കല്ലേ, 3ാമത്തെ കണ്ട് പേടിക്കല്ലേ, 4 കണ്ട് പേടിക്കരുത്, 5ാമത്തേത് കണ്ട് പേടിക്കരുത്. അയ്യോ, തീയിൽ വെള്ളത്തിൽ കൂടെ ഇറങ്ങേണ്ടി വരും. എന്നാൽ 6ാമത് നിനക്കൊരു വിജയം ഉണ്ട്. റിസൾട്ട് വരാൻ സമയമാ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയേ, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയേ, തീക്കകത്തൂടെ പോകുമ്പോൾ നീ പേടിക്കണ്ട. നിന്റെ റിസൾട്ട് വരാൻ സമയമായി. ക്രിസ്തുവിനെ പോലെ നീ പുറത്തു വരാൻ. ഇന്ന് പകൽക്കാലം ഈ സോദര കണ്ട് പേടിക്കല്ല, ഈ നിന്ന കണ്ട് പേടിക്കല്ല, ഈ ഞരക്കം കണ്ട് പേടിക്കല്ല. ഇനി എന്ത് ചെയ്യണം കർത്താവേ? അത് നീ ഞരങ്ങുമ്പോൾ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 സ്തോത്രം, ഹല്ലേലൂയ. 5 പരീക്ഷ കണ്ടുല്ലേ? ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച എൻ്റെ അങ്ങേ ആഴ്ചയോ? സ്തോത്രം, ഹല്ലേലൂയ. 4 എക്സാമിനെ കുറിച്ചല്ലേ പറഞ്ഞേ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27 4 എക്സാം അല്ലേ? ഇവിടെ ഇത്ര എക്സാം 5 എണ്ണം. ഹല്ലേലൂയ. ഇവിടെ ക്ലാസ് ടെസ്റ്റ് പേപ്പർ ഇവിടെ വന്നു അല്ലേ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ 5 പരീക്ഷ, പക്ഷെ വിജയം ഒരു മണവാട്ടിക്കുണ്ട്. ഈ ശോധന വരുമ്പോൾ നീ ചിലപ്പോൾ അല്പം ആശ്വാസം കിട്ടുമ്പോൾ നീ തിരിഞ്ഞു ചോദിക്കും, ഞാൻ നിനക്ക് ഒന്നും എതിരായിട്ട് ചെയ്തില്ലല്ലോ, നീ എന്തിനാണ് എൻ്റെ തലയിൽ കൂടെ നടക്കുന്നത്? എന്നെ ഇത്ര മാത്രം ഉപദ്രവിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്ന് ചിലപ്പോൾ നീ ചോദിച്ചെന്ന് വരും. അപ്പോഴും പറയുന്ന ഒരു വരിയുണ്ട്, തീക്കകത്തൂടെ നീ കടക്കുന്നു, വെള്ളത്തിനകത്തൂടെ കടക്കുന്നു. എന്തിനു വേണ്ടി അറിയുന്നറിയാമോ? റിസൾട്ട് വരാൻ സമയമായി. കഴിഞ്ഞ നാളുകൾ നീ തീക്കകത്തൂടെ നടന്നു. കഴിഞ്ഞ നാളുകൾ ദുഃഖത്തിന്റെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, ശോധനയുടെ നടുവിലൂടെ, തീച്ചൂളക്കകത്തൂടെ നീ നടന്നു. മകനെ, മകളെ, നിന്റെ റിസൾട്ട് വരാൻ സമയമായി. നിന്റെ റിസൾട്ട് വരാൻ സമയമായി. നിന്റെ റിസൾട്ട് വരാൻ സമയമായി. നീ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട, നീ ഒത്ത മണവാട്ടിയാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയാണ്. നിന്റെ റിസൾട്ട് വരാൻ സമയമായി. ഹല്ലേലൂയ. അത്രക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നമ്മൾ തുടങ്ങിയ വചനം വായിക്കുക. കൊരിന്ത്യർക്കുള്ള ലേഖനം 11 2 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ വായിച്ചേ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം, കണ്ടോ, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പൈതലാണ് ഞാൻ നിങ്ങളും. പക്ഷെ പ്രശ്നം, പ്രതിസന്ധി വരുമ്പോൾ പല നമ്പറിലൂടെ കോളുകൾ വരും. സ്വത്രം, പല നമ്പറിലൂടെ എന്ത് വരും? കോളുകൾ വരും. നമുക്കിത് നമ്മുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തോളണം. ഹല്ലേലൂയ. അവരുടെ ക്രിസ്തുവിൻ്റെ ഉപദേശമല്ലാത്ത ലിങ്കുകൾ നിങ്ങളുടെ മൊബൈൽ വരുന്നുണ്ട്, നിങ്ങൾ ബ്ലോക്ക് ചെയ്തോളണം. ആ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്യണം. സ്വത്രം, ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ലിങ്കുകളൊക്കെ വരുന്നുണ്ട്. പല 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 ഉപദേശങ്ങളിൽ ലിങ്കുകൾ വരുമ്പോൾ ആ നമ്പർ നമുക്കിനി വേണ്ട, അതിനെ ബ്ലോക്ക് ചെയ്തോളണം. അതുപോലെ ദൈവ ഇഷ്ടമല്ലാത്ത നമ്മളോട് സംസാരിക്കുന്ന ചില നമ്പറുകളുണ്ട്, ബ്ലോക്ക് ചെയ്തോളണം. ദൈവഹിതമല്ലാത്ത പറയുന്ന നമ്പറുകളുണ്ട്, ബ്ലോക്ക് ചെയ്തോളണം. അനാവശ്യമായി വിളിക്കുന്ന നമ്പറുകളുണ്ട്, ബ്ലോക്ക് ചെയ്തോളണം. നമുക്കറിയാം ആരുടെ നമ്പർ എൻ്റെ ഫോണിൽ സൂക്ഷിക്കണം. അല്ലാത്തവരുടെ മൊബൈൽ നമ്പർ ആർക്ക് വേണ്ട? നമുക്ക് വേണ്ട. നമ്മളൊക്കെ ഒരു വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പുറത്ത് കിടന്ന് അതിരി വിട്ട് നടക്കുന്ന ചില സർപ്പത്തിന്റെ നമ്പറൊന്നും നമ്മുടെ മൊബൈലിൽ കിടക്കരുത്. ചില കാക്കകളുടെ നമ്പർ നമ്മുടെ കിടക്കരുത്. പിന്നെ ആരുടെ നമ്പർ മാത്രം മതി? ക്രിസ്തുവിന്റെ നമ്പർ.
ക്രിസ്തുവിനെ മാത്രം, നമ്പറല്ല, ക്രിസ്തുവിനെ മാത്രം മതി. ക്രിസ്തുവിൻ്റെ നമ്പറല്ല, ക്രിസ്തുവിനെ മാത്രം മതി. എപ്പോഴും ആ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ മണവാട്ടികളായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ദൈവദാസം സങ്കടപ്പെട്ട് പറയുകയാണ്. വായിച്ച സഹോദരി അടുത്ത വരിക്കും കൂടെ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. അടുത്ത് ഒരുത്തൻ വന്ന് മതി. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. വേറൊരു സുവിശേഷം പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വഷളായി പോകല്ലേ. അപ്പൻ്റെ സാന്നിധ്യം തന്നെ ഇരുന്നോളണം. അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ചിലപ്പോൾ ശോധനകൾ, തീച്ചുളകളൊക്കെ വരാം. ഈ തീച്ചുകളൊന്നും അവസാനമല്ല. ക്രിസ്തുവിനെ പോലെ എന്നെ കൊണ്ടുവരാൻ ഈ തീക്കകത്തിടുമ്പോൾ എൻ്റെ അപ്പൻ്റെ കണ്ണെന്നെ വിട്ടു മാറൂല, നിങ്ങളെ വിട്ടു മാറൂല. ശോധനയ്ക്കകത്ത് കിടക്കുമ്പോൾ എപ്പോഴും യേശുവിൻ്റെ സംരക്ഷണത്തിനകത്താണ്, യേശുവിൻ്റെ കരത്തിനകത്താണ്. പേടിക്കണ്ട, ഈ തീച്ചുകൂട അവസാനമല്ല.